ഹായ് എല്ലാവരോടും സ്നേഹം മാത്രം. അങ്ങനെ നമ്മുടെ ജോൺ ബായുടെ വീടിൻ്റെ വാർക്ക കഴിഞ്ഞു. ഇന്നൊരു 16-17 ദിവസമായി. നമ്മൾ പിറ്റേ ദിവസം തന്നെ ചെറിയ ചെറിയ ഏരിയകളായിട്ട് തിരിച്ച് വെള്ളം നിർത്താനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എനിക്ക് നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാൻ പറ്റിയിരുന്നില്ല. ഇന്നിപ്പോൾ 16 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചെറിയ ഏരിയകളായിട്ട് തിരിച്ച് അതിൽ വെള്ളം നിർത്തിയേക്കാണ്. നമ്മളപ്പോൾ കാലത്തും വൈകിട്ടും വെള്ളം ഫുള്ള് സ്റ്റോർ ചെയ്ത് വാർക്കയ്ക്കുള്ള സംരക്ഷണം നമ്മൾ നൽകിയേക്കാണ്. കാരണം നല്ല വെയിലാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ എപ്പോഴും വെള്ളം നിറച്ചിടണം. ചിലർ ചാക്ക് നനച്ചിടാറുണ്ട്. പക്ഷെ നമ്മളിതിനകത്ത് വെള്ളമാണ് നിറച്ചണത്. പിന്നെ അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തട്ട് പൊളിക്കണേക്ക് മുന്നേ നമ്മൾ കല്ലുകൾ കാര്യങ്ങളെല്ലാം കയറ്റി വെക്കണം. ഇന്നിപ്പോൾ 16 ദിവസം കഴിഞ്ഞാണ്. കാരണം നമുക്ക് അടുത്ത സെക്ഷനിലേക്കുള്ള വർക്കിന് വേണ്ടിയിട്ടുള്ള കല്ല് നമ്മൾ കയറ്റി വെച്ചേക്കണം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം തട്ട് പൊളിക്കണേക്ക് മുന്നേ കല്ല് കയറ്റി വയ്ക്കാൻ ശ്രദ്ധിക്കുക. കാരണം എന്ന് വെച്ചാൽ നമുക്ക് വാർക്കിക്കുള്ള സ്ട്രെങ്ത്തും അതുപോലെ ജെർക്കിങ്ങും ഒരു വിള്ളലോ കാര്യങ്ങളോ ഇല്ലാണ്ടിരിക്കാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. വർക്ക് തുടങ്ങണേക്ക് മുന്നേ, അതായത് തട്ട് പൊളിക്കണേക്ക് മുന്നേ, വർക്ക് തുടങ്ങണേക്ക് നമ്മൾ കല്ലുകൾ കയറ്റി വെച്ച് അതിൻ്റെ ബാലൻസിങ് എല്ലാം സെറ്റ് ചെയ്ത് വെക്കുക. കാരണം ഒരു ഏരിയയിൽ മാത്രം കല്ല് കയറ്റി വയ്ക്കരുത്. വാർക്ക് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടോ, എത്ര റൂം നമ്മൾ പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ആ ഏരിയകളിലേക്ക് മാറ്റി മാറ്റി കല്ലുകൾ വെക്കുക. കാരണം അപ്പം നമുക്ക് സ്ട്രെങ്ത്തും കാര്യങ്ങളെല്ലാം അതിനകത്ത് കിട്ടും. ഇപ്പം നമ്മൾ അങ്ങനെയാണ് ചെയ്തത്. ഒരു സ്ഥലത്ത് ഒരു 50 കല്ല് വെക്കുകയാണെങ്കിൽ അടുത്ത റൂമിൻ്റെ മേലെ ഒരു 50 കല്ല്, പിന്നെ അപ്പുറത്തേക്ക് മാറ്റി മാറ്റിയാണ് നമ്മൾ വെച്ച് കൊണ്ടുവരുന്നത്. എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ വാർക്ക തട്ട് പൊളിക്കണേക്ക് മുന്നേ നമ്മൾ എപ്പോഴും കല്ലുകൾ കയറ്റി വെച്ച് നമ്മൾ പണിയാൻ ശ്രമിക്കുക. കാരണം നമുക്കത് സ്ട്രെങ്ത്താണ്, ഉറപ്പാണ്. ഒരു ജെർക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, ഒരു വിള്ളലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഗ്രൗണ്ട് ഫ്ലോറിലെ തട്ട് പൊളിക്കണേക്ക് മുന്നേ കല്ലുകൾ കയറ്റി വെച്ച് ലിൻഡിൽ ഹൈറ്റ് വരെ എത്തിയിട്ട് മാത്രം നമ്മൾ വാർക്ക പൊളിക്കാൻ പാടുള്ളൂ, വാർക്കയുടെ തട്ട് പൊളിക്കാൻ പാടുള്ളൂ. അതുപോലെ ഇതുപോലെ വെള്ളം നിറച്ച് 2 നേരം നനച്ച് നമ്മൾ അതിനുള്ള സംരക്ഷണം കൂടിയും കൊടുക്കണം. കാരണം വെള്ളം കുടിച്ച് കിടന്നാൽ മാത്രമാണ് നമുക്ക് വാർക്കയ്ക്കൊരു ബലം കിട്ടുള്ളൂ. നനഞ്ഞ് കിടന്നാൽ വിള്ളൽ വരാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ വിള്ളൽ വരാൻ നല്ല ചാൻസാണ്. കാരണം ഇത് ഫാസ്റ്റ് സെറ്റിംഗ് ആണ് വരുന്നത്. നമ്മുടെ എംസാൻഡും സിമെൻറ്റും മെറ്റലും കൂടി കൂടുമ്പോൾ ഭയങ്കര ഫാസ്റ്റ് സെറ്റിങ്ങാണ് വരുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ വെള്ളം നിറച്ചിടണം. പിന്നെ ഞാൻ കാണിച്ചുതരാം. ഞാൻ താഴെ തട്ട് ഇറക്കിയിട്ടില്ല, അതിന് മുന്നാണ് വെയിറ്റ് കയറ്റുന്നത്. അത് നമ്മുടെ ഒരു സേഫ്റ്റിക്കും വീടിൻ്റെ ഒരു സേഫ്റ്റിക്കും, നമ്മളെക്കാളും കൂടുതൽ വീടിൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. നമ്മളെല്ലാ സൈഡിലും അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട്. വാർക്ക് കഴിഞ്ഞ് വെള്ളം നിറച്ചിട്ടാണ് ഔട്ട്പുട്ട് ഇതാണ്. ഇനിയിപ്പോൾ നാളെ തൊട്ട് അതിൻ്റെ മേലേക്ക് വർക്ക് തുടങ്ങും. അപ്പോൾ ഓക്കെ ബൈ. എല്ലാവരോടും സ്നേഹം മാത്രം. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വിളിക്കുക. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം.